മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. പെരിയ സ്വദേശികളായ കൃപേഷും ശരത് ലാലുമാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശത്ത് CPM കോൺഗ്രസ് സംഘർഷം ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പങ്കില്ല എന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് പക്ഷേ പോലീസിന്റെ FIR. കൊലപാതകിയുടേത് എന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി പോലീസ് പറഞ്ഞു. CD ഡിവൈസ് നേതൃത്വത്തിലുള്ള ഡിവൈഎസ്പിയാണ് മെയിൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഇത് പറഞ്ഞ ബാക്കി ഇൻക്വസ്റ്റ് പോകുന്ന ആൾക്കാരുടെ ടീം അംഗങ്ങളാണ്. പ്രതികളുടെ പിടിക്കാൻ പറഞ്ഞ DYSP, DCRB ആൾക്കാരുടെ ടീം അംഗങ്ങൾ തന്നെയാണ്. കേസ് അന്വേഷിച്ച് വരികയാണ്. കൊല്ലപ്പെട്ട ആൾക്കാരായിട്ട് ആരോട് പേര് പറഞ്ഞിട്ടില്ല. കുറച്ച് ബാക്കി സംശയ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളെ കുറിച്ചിട്ട് FIR പറയുന്നത്. ഇന്നലെ സംഭവങ്ങൾ വളരെ ഒരു ദുഃഖകരമായ സംഭവമാണ്. അതിൽ പോലീസ് വളരെ ജാഗ്രതയോടു കൂടി നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബാക്കി നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡറും കൂടെയും പിന്നെ അവിടുത്തെ ഈ മോർട്ടൽ റിമെയിൻസും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പിന്നെ അതിൽ ഡിസ്പോസലും അതെല്ലാം നമുക്ക് നോക്കുന്നുണ്ട്. പാരലലായി നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് DYSPയിൽ നേരമുള്ള ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായി നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ സാർ? അത് നോക്കുന്നുണ്ട്. നമ്മുടെ ഇത് ഇൻവെസ്റ്റിഗേഷൻ ടീം കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പോട്ടിൽ ഒരു സീൻ ഓഫ് ക്രൈമിൽ നമ്മുടെ എന്ത് സാധനങ്ങൾ എടുക്കും. മാക്സിമം നമ്മുടെ ഒരു ഫോറൻസിക് ടീം വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് എടുക്കാം. പിന്നെ പോലീസ് അത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായി ഇതെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ആ സമയം അതിലെ ഒരു അപ്പോൾ ഇത് ഒരു മരിച്ച 2 പേര് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്ങനെ പറയുന്നുണ്ട്. അതിൽ പിന്നെ നമുക്ക് ഒരു പൂർണ്ണമായി അന്വേഷണം ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് പറയാൻ പറ്റും. നേരത്തെ പൊളിറ്റിക്കൽ റൈവൽറിയുടെ ഭാഗമായിട്ട് ത്രെറ്റ് ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു. അത് പറയുന്നുണ്ട്. അതും ഭാഗം നമുക്ക് അന്വേഷിക്കുന്നുണ്ട്. FIR ഇപ്പം അങ്ങനെയാണ് നിലവിൽ. അതിൽ ഒരു FI സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അത് കൃത്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. പക്ഷെ അതിൽ ഒരു പറയുന്നുണ്ട് ബാക്ക് സൈഡിൽ ഒരു ജനുവരി മാസം ഒരു നവംബർ മാസം അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അതിൽ പോലീസ് കേസുണ്ട്. അതിൽ ഇത്ര ബന്ധമുണ്ട്. അത് നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗം നോക്കാം. കൊട്ടേഷൻ സംഘങ്ങളുടെ പങ്ക് എന്നുള്ള തരത്തിലുള്ള താങ്കൾ പറയുന്ന എല്ലാം പോയിന്റ് അങ്ങനെയാണ്. ഇത് ഒരു നമ്മുടെ അന്വേഷണം വിശേഷമായി പറയാൻ പറ്റും. അങ്ങനെ പോലെ നമ്മുടെ ഒരു റൂമേഴ്സോ നമ്മുടെ മുൻകൈ എടുത്തിട്ട് അത് നമുക്ക് നോക്കാം. അന്വേഷണം അത് കുറച്ച് ഇന്നത്തെ ഈ പരിപാടി നോക്കണം. അത് നമുക്ക് റിവ്യൂ എന്താണ് കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ഉണ്ടാവും അതിൽ. കാരണം ഒരു കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ഉണ്ടാവും. അത് നമ്മളെല്ലാവരും അതിൽ വേണ്ടിയാണ് നോക്കും. അതിൽ ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു ഡേ ടു ഡേ മോണിറ്ററിംഗ് ആണ്. റിവ്യൂവിൽ ഡേ ടു ഡേ മോണിറ്ററിംഗ് തന്നെ അത് ലെവലിലുണ്ടാവും. ഈ വെഹിക്കിൾ ചെക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? കാസർകോട്ടെ ഇരട്ട കൊലപാതകം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. കാസർഗോഡ് നിന്ന് മനു ഭരത് അവിടുത്തെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനു, രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊലപാതകത്തിന് പിന്നിൽ CPMകാരാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇക്കാര്യങ്ങൾ പോലീസ് സ്വാഭാവികമായിട്ടും സ്ഥിരീകരിച്ചിട്ടുണ്ടാകും. അക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സനീഷ്, അല്പം മുമ്പ് IG കണ്ണൂർ റേഞ്ച് IG നമ്മളോട് സംസാരിച്ചു. അവർക്കും ആദ്യം ലഭിച്ച വിവരങ്ങൾ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന തരത്തിലാണ്. അത്തരത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായ ഒരു സംഘർഷത്തിൽ ചില പ്രാദേശിക CPM നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് FIR വ്യക്തമായി പറയുന്നത്. അത് ആ ആക്രമണത്തിന് അല്ലെങ്കിൽ ആ സംഘർഷത്തിൽ ആ പ്രാദേശിക CPM നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു. അതിൽ തുടർന്നുണ്ടായ കേസിൽ ഇവർ പ്രതികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഈ കൊല നടത്തിയത് എന്ന് സംയുക്തമായി തന്നെ പോലീസ് പറയുന്നു. പക്ഷേ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ ഏത് തരത്തിലുള്ളൊരു രാഷ്ട്രീയ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നു. ഏതായാലും ഈ കഴിഞ്ഞ മാസം ഉണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ഇവർ ഇതിൽ ഈ ശരത് ലാൽ റിമാൻഡിലായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഇത് ആസൂത്രിതമായി ചെയ്തു എന്നാണ് ബന്ധുക്കളുടെയും ആരോപണം. ഇവിടെ വെച്ച് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ബൈക്കിൽ ഈ 2 ആളുകളും
2 കോൺഗ്രസ് പ്രവർത്തകരും വരികയായിരുന്നു. അവർ ഈ കല്യാട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘാടക സമിതിക്ക് ശേഷം വരികയായിരുന്നു. ആ വരുന്ന ഘട്ടത്തിൽ വെച്ചാണ് ഇവിടെ വെച്ച് അവരെ ഈ ബൈക്ക് തടഞ്ഞു നിർത്തുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഈ ശരത്ലാൽ എന്ന ജോഷി ഈ ആദ്യത്തെ ആക്രമണത്തിൽ ഇവിടത്തെ വെച്ച് തന്നെ നിലത്തേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ കൃപേഷ് ഇവിടുന്ന് ഓടി കുറച്ച് അപ്പുറത്ത്, നമുക്ക് ആ പോലീസ് നിൽക്കുന്ന ആ വഴിയിലൂടെ ഓടി അപ്പുറത്തെ ആ കുറ്റിക്കാട്ടിലേക്ക് രക്ഷപ്പെടുവാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോഴാണ് ഈ അക്രമി സംഘം കൃപേഷിനെ പിന്തുടർന്ന് അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഈ ശരത്ത് ഇവിടെ പരിക്കേറ്റ് ഇവിടെ കിടന്ന സമയത്ത് പെട്ടെന്ന് നാട്ടുകാരുടെ സഹായത്തോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നീടാണ് ഈ ശരത്ത് യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ കൃപേഷും ഉണ്ടായിരുന്നു എന്ന വാർത്ത പെട്ടെന്ന് പരക്കുകയും കൃപേഷിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ നാട്ടുകാർക്ക് ആ പരിസരത്ത് കൃപേഷിൻ്റെ ഇതുകൂടി കിട്ടാൻ, ഭൗതിക ശരീരം കൂടി അവിടെ നിന്നെല്ലാം കിട്ടുന്ന, പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശരത്ലാലിനെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. അങ്ങനെയാണ് 2 പേരും കൊല്ലപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ഇത് വളരെ രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന നിലപാട് തന്നെയാണ് പോലീസ് ഉള്ളത്. അതുപോലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആസൂത്രിതമായി ചെയ്തൊരു കൊലപാതകമാണ് എന്നാണ്. നമ്മളോട് സംസാരിച്ച ബന്ധുക്കളൊക്കെ തന്നെ ഇതിൻ്റെ പുറകിൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് തറപ്പിച്ച് പറയുന്നു. നാട്ടുകാരും അത്തരത്തിൽ ഒരു ആരോപണം തന്നെയാണ് വരുത്തുന്നത്. നിങ്ങൾ ഇത് കണ്ടിരുന്നു? എന്താണ് ഈ സംഭവത്തിൽ? എന്താണ് ഇതിനെപ്പറ്റി ഉള്ള സംഭവം? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? എന്താണ് നിങ്ങളുടെ പേരെന്താണ്? രവി. ഇത് കിച്ചുവും ജോഷി ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന ജോഷിനെ കൊണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് വണ്ടി തട്ടിയിട്ട് വെട്ടിയിട്ട് കിച്ചുവിനെ കുറച്ച് അങ്ങോട്ട് ഓടിപ്പോയ സമയത്ത് അവിടെ വീണു. ഇവൻ ഇവിടെ ഈ രാഷ്ട്രീയപരമായുള്ള ഒരു വൈരാഗ്യം കൊണ്ട് നേരത്തെ ഉണ്ടായൊരു സംഘർഷത്തിനുള്ള ഒരു പ്രതികാരമാണ് എന്നാണ് പൊതുവെ ബന്ധുക്കളുടെയും ഒരു ആരോപണം അല്ലേ? ഇത് സംബന്ധിച്ച് പോലീസിലും പരാതി കൊടുത്തിരുന്നു. മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സംഭവം പോലീസിനോട് നിങ്ങൾ ഇത്തരം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഇത് നേരത്തെ അടിപിടി കേസാണ്. ചെറിയ കൈര എല്ലാം പൊട്ടിയെന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടു. അതിന് നമ്മ ഈ എല്ലാം എന്ത് പറയും, അതിന് പക്ഷെ വലിയ കേസാക്കി പോലീസ് രജിസ്റ്റർ ചെയ്യും. പിന്നെ ഇവരെ അതിന്റെ പ്രതികാരം 100% അത് തന്നെയാണ്. അങ്ങനെ ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു നിങ്ങൾ? എന്തായിരുന്നു ആ ഭീഷണി? എന്തായിരുന്നു? സത്യന്റെ വീട് എറിഞ്ഞു പൊളിച്ച് എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാര് ഇതിന് മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ്. അത് കള്ളത്തരം പറയുന്നതാണെന്ന് വെച്ചിട്ട് ആ കേസില്ലാതാക്കി. അതാണ് ഈ സംഭവം രൂക്ഷമാണ്. നിരന്തരം വെല്ലുവിളി രണ്ടുപേർക്കും വെല്ലുവിളി ഉണ്ടായിരുന്നു. 2 കുട്ടികളെയും അവര് സോഷ്യൽ മീഡിയയിലടക്കം ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇവരെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടായിരുന്നു. അത്തരത്തിൽ വാട്സ്ആപ്പ് മീഡിയയിൽ ഇവർ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നു. കൊലപാതകത്തിനുള്ള സാഹചര്യത്തിനില്ല. കാരണം അത്ര നിസ്സാരമായ കേസുകെട്ടുകൾ ഇവിടെ ഉള്ളൂ. ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഇത്രമാത്രം ഈ 2 കുട്ടികളാണ്. ആ ഒരു പരിഗണന വെച്ചിട്ട് അങ്ങനെ കാലോ കയ്യോ വെട്ടിയാൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നം. കൊലപാതകത്തിൽ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യകതയില്ല. അതിന് മാത്രം ഒരു ഭീകര പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. തീവ്രവാദികൾ അങ്ങനെ ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇവിടെ ഇല്ല. ഇതിന് നടത്തിയത് ഒരു കൊട്ടേഷൻ സംഘമാണെന്നുള്ള അത് തീർച്ചയായിട്ടും ആ ഒരു പ്രഖ്യാപനം ഇവരുടെ ഒരു പ്രതിഷേധ റാലി. മാരകായത്തിന്റെ പിടി കാണുമ്പോൾ പിടി ഈ നാട്ടിൽ ആരും ഇതിൽ കാണാത്ത സാധനമാണ്. ഇത് കണ്ണൂർ ലോബിയാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട കേസാണ്. നമുക്ക് ഉറപ്പുണ്ട്. രാഷ്ട്രീയ തലത്തിൽ ഇവർക്ക് എല്ലാവർക്കും നല്ല പിടി. ഇവിടെ ലോക്കൽ നേതാക്കന്മാരും ലോക്കൽ പ്രവർത്തകരും എല്ലാം മാറിയിരുന്നു. അവർക്കെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ടല്ലോ ഒരു മനു ഭരതാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സത്യൻ എന്നോ മറ്റോ പേരുള്ള ഒരു CPM-കാരൻ്റെ വീടെറിഞ്ഞ് തകർത്തതായിട്ടൊരു കേസ് അവിടെ നിലയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെയും അതൊരു ചെറിയ രാഷ്ട്രീയ സംഘർഷം മാത്രമായിരുന്നു. പക്ഷേ ഇവരുടെ ഫോട്ടോകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയും മറ്റും നേരത്തെ വെല്ലുവിളിക്കുകയും മറ്റും ചെയ്തതിനു ശേഷമാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ അവിടെ നിന്ന് പറയുന്നത്. കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇന്നലെയാണ് 2 പേർ, യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായ 2 പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ 2 ചെറുപ്പക്കാരായ പ്രവർത്തകർ കാസർഗോഡ് കൊല്ലപ്പെട്ടത്. അവിടെ ഇപ്പോൾ അന്വേഷണം ആ നിലക്ക് പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകമാണ്, പിന്നിൽ CPM ആണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പ്രാഥമികമായിട്ട് പുറത്തേക്ക് തുറന്ന് പോലീസ് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും CPM-ൻ്റെ പ്രവർത്തകരാണ് കൊന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സംഘർഷം ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് അവിടെയുണ്ട് എന്ന്
അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയാണ് CPM-ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. CPM അതുകൊണ്ട് തന്നെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങൾ സംസാരിച്ചെങ്കിലും പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറുപടി. മുഖ്യമന്ത്രിയും മൗനം കൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങേണ്ടതാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു മാധ്യമങ്ങൾ. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാതെ നടന്നു പോവുകയായിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് CPM-ന്റെ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായിട്ട് ആ പ്രദേശത്ത് നിന്നും ജില്ലാ ഭാരവാഹികളുടെയും ഭാഗത്ത് നിന്ന് പ്രാഥമികമായിട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികം പതിവ് പോലെ ഞങ്ങൾക്ക് പങ്കില്ല എന്ന മറുപടിയാണ്. ഏതായാലും അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവമാണ്. 2 ചെറുപ്പക്കാരാണ്, 19ഉം 24ഉം മാത്രം വയസ്സ് ഉള്ള 2 പേരാണ്. 2 രാഷ്ട്രീയ പ്രവർത്തകരാണ്, വളരെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, രാഷ്ട്രീയം ആയിട്ട് മാത്രം വിശകലനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ഇത്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. എങ്കിൽ തന്നെയും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ സാധാരണഗതിയിൽ അങ്ങനെ പ്രകോപിതനായി സംസാരിക്കാത്ത ആൾ പോലും വളരെ ക്ഷുഭിതനാകുന്ന കാഴ്ച കാണുന്നുണ്ട്. ഏത് നിലക്ക് രാഷ്ട്രീയമായിട്ട് CPM-ന് തിരിച്ചടിയാകുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? സനീഷ്, CPM-ന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കാവുന്ന സംഭവമാണ് ഇന്നലെ കാസർഗോഡ് നടന്നത്. CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം ഈ കൊലപാതകത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഉത്തരം മുട്ടി CPM-ന്റെ സംസ്ഥാന നേതൃത്വം എന്ന് പറയേണ്ടി വരും. കാരണം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്ന നിലപാടാണ് കോടിയേരി സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പ്രതികരിക്കാതെ കടന്നുപോയി. CPM നേതൃത്വത്തിന്, യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ ഒന്നും പറയാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്. പ്രത്യേകിച്ചും ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട 2 മേഖലാ ജാഥകൾ നടക്കുന്നു. ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മറ്റൊന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകുന്നു. ഈ ജാഥകൾ പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലൊരു കൊലപാതകമുണ്ടായത് സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം, സമാധാന ജീവിതം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ ജാഥ എന്ന ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരമൊരു ജാഥ പുരോഗമിക്കുമ്പോൾ 2 യുവാക്കളെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷം പൂർണ്ണമായും CPM-ൽ ആരോപിക്കുന്നു. അതിനെ കൃത്യമായി അല്ല എന്ന് പറയാൻ പോലും സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. വലിയ പ്രതിരോധത്തിലാണ് CPM ഈ ഘട്ടത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ സാധ്യതകളെ പോലും ഇത് ബാധിക്കുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. വലിയ പ്രതിരോധത്തിൽ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. പ്രതികളാരെന്ന് പോലീസ് അന്വേഷണത്തിലെ പുറത്തു വരികയുള്ളൂ. അതിനുശേഷമാകും പാർട്ടിയുടെ കൂടുതൽ പ്രതികരണം ഉണ്ടാവുക. ഏതായാലും ഈ ഘട്ടത്തിൽ CPM കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. CPM-ന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് ഒരു MLA, കല്യാശ്ശേരി MLA TV രാജേഷ്, CPM-ന്റെ കണ്ണൂരിലെ ശക്തനായ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, 2 നേതാക്കൾ ഒരു കൊലക്കേസിൽ പ്രതിയേർക്കപ്പെട്ട് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സംഭവം കൂടി CPM-നെ വല്ലാതെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷം ശക്തമായി തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരും. തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരും. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പോലും ഇക്കാര്യത്തിൻ്റെ പ്രതികരണം വളരെ വ്യക്തമാണ്. CPM-നെതിരെ, ഇടതുമുന്നണിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആയുധമാകാൻ പോവുകയാണ് ഇത്തരം ഈ ഒരു ഇരട്ട കൊലക്കേസ് എന്ന് കൂടി പറയേണ്ടി വരും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM-നെ തുടർച്ചയായി വേട്ടയാടുന്നു. ശക്തമായ പ്രതിഷേധം സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. CPM വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ കൊലപാതകത്തോടെ. സനീഷ്, അതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള മാനം പരിശോധിക്കപ്പെടുന്ന സാഹചര്യത്തെക്കാൾ കൂടുതൽ പക്ഷേ പ്രധാനം ഈ ഘട്ടത്തിൽ ഇത്രയ്ക്ക് നിഷ്ഠൂരമായൊരു കൊലപാതകമുണ്ടായി എന്ന ദുഃഖകരമായ സാഹചര്യം റിപ്പോർട്ട് ചെയ്യുക തന്നെയാണ്. അവിടെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. 19 വയസ്സും 24 വയസ്സും മാത്രം പ്രായമുള്ള കൃപേഷ്, ശരത് ലാൽ എന്നിവരാണ് ഇന്നലെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് കേസുകൾ ഉണ്ടായിരുന്നു, ഇവർക്കെതിരെയും കേസുകൾ ഉണ്ടായിരുന്നു എന്ന് അവിടെ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സാധാരണമായിട്ട് ഇത്തരം പ്രാദേശിക സംഭവങ്ങൾ, പ്രാദേശിക ഇടങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ രാഷ്ട്രീയ സംഘർഷം എന്ന് കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നവർ പറയുന്നു. ഇങ്ങനെ ഈ ചെറുപ്രായത്തിൽ തന്നെ കൊന്നുകളയേണ്ടുന്ന ഒരു സാഹചര്യം വല്ലാത്ത തോതിൽ ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് അവരെല്ലാം തന്നെയും പറയുന്നുണ്ട്. 2 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ ബൈക്കിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ മരിച്ചു 2 പേരും. ഒരാൾ അവിടെ തന്നെ മരിച്ചു, മറ്റേയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അത് സാധ്യമാകുന്ന അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വെട്ടുകൾ എന്നാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള നാട്ടുകാർ പറയുന്നത്. ഈ കാര്യം
വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ സാധിക്കുന്ന കാര്യമല്ല എന്ന ബോധ്യം കൊണ്ടാകണം CPM-ന്റെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പ്രതികരണം സ്വാഭാവികമായിട്ട് അവർക്ക് നടത്തേണ്ടതായിട്ട് വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കാതെ നടന്നു പോവുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹവും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരുന്ന ജാഥകൾ 2 ജാഥകൾ നടത്തുകയായിരുന്നു. അത് രണ്ടും അവർ ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നതിൻ്റെ ഗൗരവം അവർക്ക് കൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം, അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഹർത്താലിന് സംസ്ഥാന വ്യാപകമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ വിരുദ്ധ നിലപാടിലേക്കൊക്കെ കാര്യങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നതിനിടെയാണ് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിഷേധം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹർത്താൽ ആഹ്വാനം നടത്തുമ്പോഴും ഡീൻ കുര്യാക്കോസ് സംസ്ഥാന അധ്യക്ഷൻ ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇതുപോലൊരു വൈകാരിക അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അവിടെ അക്രമ സംഭവങ്ങളിലേക്ക് ഹർത്താൽ അനുകൂലികൾ പോയിട്ടുണ്ട് എന്ന വാർത്ത കൂടെയുണ്ട്. അത് ശരിയല്ലാത്ത കാര്യമാണ് എങ്കിൽ തന്നെയും ഈ വൈകാരിക അന്തരീക്ഷം അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇത്തരം സംഭവങ്ങളെ ഒരുപക്ഷെ അവർക്ക് ന്യായീകരിക്കാൻ ഇട നൽകുന്നതായിരിക്കും. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള, സംസ്ഥാനമാകെ തന്നെയും ദുഃഖിക്കേണ്ടുന്ന തുടരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആകെ തിരുത്തൽ ആവശ്യപ്പെടേണ്ടുന്ന സാഹചര്യത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇത്തവണ അത് കാസർഗോഡാണ്, കണ്ണൂരല്ല. കണ്ണൂരാണ് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ കൂടുതലായിട്ട് ആവർത്തിക്കപ്പെടാറ്. കാസർഗോഡ് നിന്നാണ് ഈ വാർത്ത. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരെ, 19ഉം 24ഉം വയസ്സുള്ള ചെറുപ്പക്കാരെയാണ് കൊല ചെയ്തിരിക്കുന്നത് എന്നത് അങ്ങേയറ്റം കടുത്ത രോഷത്തിന് കാരണമാകുന്നുണ്ട്. അവിടെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഹർത്താൽ ചിലയിടങ്ങളിൽ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതിൻ്റെ വിവരങ്ങൾ നൽകും. കോഴിക്കോട് നിന്ന് ഷഹീദ് നമ്മോടൊപ്പം ചേരുന്നു. ഷഹീദ്, സ്വാഭാവികമായിട്ടും 2-3 കാരണങ്ങൾ കൊണ്ട് അങ്ങേയറ്റം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരും. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നത്. രണ്ടാമത്തേത്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് വരുന്ന വൈകാരികത സഹപ്രവർത്തകർക്കുണ്ട് എന്നതുകൊണ്ട് ഏത് വിധത്തിലാണ് കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായും സനീഷ്, ഹർത്താലിലൂടെ തങ്ങളുടെ 2 സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടതിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി റോഡുകൾ തടയപ്പെടുന്ന സാഹചര്യമുണ്ട്. റോഡുകൾ തടസ്സപ്പെടുത്തി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കുന്ദമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായ സാഹചര്യമുണ്ടായി. ഒപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. വ്യാപാര സ്ഥാപനങ്ങൾ ഒറ്റപ്പെട്ടത് മാത്രമാണ് തുറന്നിട്ടുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിലെല്ലാം, ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് മിഠായി കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ നമുക്കറിയാം കടകൾ തുറന്നത് വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താൽ വലിയ വ്യാപാര നഷ്ടം ഉണ്ടാകുന്ന ഒരു നിലപാടിലാണ് വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കടകൾ അടച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് വ്യാപാരികൾ എടുത്തിരിക്കുന്നു. ഇന്നും ഈ ഹർത്താൽ ദിനത്തിലും വ്യാപാര സ്ഥാപനം തുറക്കാൻ തന്നെയാണ് വ്യാപാരികളുടെ തീരുമാനം. വ്യാപാരി വ്യവസായി നേതാവ് സേതുമാധവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കട തുറന്നിരിക്കുകയാണ്. കൂടുതൽ കടകൾ തുറക്കുമോ? എന്താണ് നിലപാട്? മിഠായിത്തെരുവ് പോലെ സ്ഥലങ്ങളിൽ 10-11 മണിക്ക് കടകൾ തുറക്കാറ്. കേരളത്തിലെ എല്ലാ കടകമ്പോളങ്ങളും ഇന്ന് 100% തുറന്നിട്ടില്ലെങ്കിലും തുറന്ന് പ്രവർത്തിക്കും. കാരണം ഞങ്ങൾ ഈ 2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 3-ാം തീയതി. ഷഹീദ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക്. കൊലപാതകത്തെ CPM എല്ലാ പാർട്ടികളും അപലപിക്കുന്നുണ്ട്. പക്ഷേ അത് CPM-ന്റെ മേൽ ഇതിന് കെട്ടിവെച്ചു എന്നുള്ളത് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവം നടന്നാലും CPM-നെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. നിശ്ചയമായിട്ടും കൊലപാതകത്തിൽ, അവരുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിൽ നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ട്, വേദനയുണ്ട്. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ആരായിരുന്നാലും ശരി, അത് രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടല്ല, കുറ്റവാളികളുടെ മുഖം നോക്കിയിട്ടല്ല ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നത്. ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുക തന്നെ ചെയ്യും. കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ചെയ്യുന്നതുപോലെ CPM-ന്റെ ഇക്കാര്യത്തിലെ പങ്കാളിത്തം ഇല്ല എന്ന് പറയുകയാണ്. കാസർകോട്ടെ ജില്ലാ നേതൃത്വം അങ്ങനെ തങ്ങൾക്ക് പങ്കില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കൊലപാതകത്തെ എല്ലാവർക്കും ഒപ്പം CPM-ഉം അപലപിക്കുന്നുവെന്ന് കൂടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഡൽഹിയിൽ പറയുന്നു. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, തുടരാമോ? ഏത് വിധത്തിലാണ് അവിടെ പ്രതിഷേധം ആളുകൾ പ്രകടിപ്പിക്കുന്നത്?
തീർച്ചയായും ഗ്രാമീണ മേഖലയിൽ റോഡുകൾ തടസ്സപ്പെടുത്തുകയാണ്. മരങ്ങളും കല്ലുകളും ഉപയോഗിച്ച് റോഡുകൾ തടസ്സപ്പെടുത്തി വാഹനം കടത്തിവിടാൻ കഴിയില്ലെന്നൊരു നിലപാടെടുത്ത് കുന്നമംഗലം, മുക്കം, നാദാപുരം, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി റോഡ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഏറെക്കുറെ പൂർണ്ണമായും റോഡിൽ നിന്ന് പിൻവലിഞ്ഞ സാഹചര്യമാണല്ലോ. പക്ഷേ KSRTC ബസ്സുകൾ ഗതാഗതം നടത്തുന്നുണ്ട്. പോലീസ് സംരക്ഷണത്തോടുകൂടി ഒരു സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ ബ്യൂട്ടി സ്റ്റോറിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്റ്റോറായിരുന്നു കഴിഞ്ഞ ഹർത്താൽ ദിനത്തിലും ആദ്യമായി തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് മറ്റ് ഷോപ്പുകൾ തുറന്നു. പക്ഷേ കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ ഹർത്താൽ അനുകൂലികൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ട ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ്. ഇന്ന് അല്പസമയം മുമ്പ് വ്യാപാരി വ്യവസായി നേതാവ് T നസ്രുദ്ദീനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിൽ തുടർച്ചയായി ഹർത്താൽ, ഈ രീതിയിൽ കോൺഗ്രസ് ഹർത്താൽ, ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താലിനോടും സഹകരിക്കാൻ കഴിയില്ലെന്നൊരു നിലപാടിലാണ് വ്യാപാരികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിക്കണമെന്നൊരു നിലപാടിൽ തന്നെയാണ് വ്യാപാരികൾ ഉള്ളത്. എങ്ങനെയാണ് കൂടുതൽ കടകൾ തുറക്കാനുള്ള തീരുമാനം തന്നെയാണ്? കൂടുതൽ കടകൾ തന്നെ ഞങ്ങൾ എന്തായാലും തുറന്ന് പ്രവർത്തിക്കും. ഇപ്പോൾ ഓരോ ഭാഗങ്ങളിൽ കുന്നമംഗലം, അതേപോലെ രാമനാട്ടുകര, അതേപോലെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഓരോ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപാരികൾ സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വേണ്ടത്ര സംരക്ഷണം അവർക്ക് നൽകാൻ പറ്റുന്നില്ല. കാരണം കൂടുതൽ ഭാഗങ്ങളിലേക്ക് അക്രമം വ്യാപിപ്പിക്കുന്നതുകൊണ്ട് അവർ ഓരോരോ സ്ഥലങ്ങളിലേക്ക്. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ വലിയ അക്രമം ഉണ്ടായിരുന്നു. തുറന്ന കടകൾക്ക് നേരെ അക്രമം നടന്നിരുന്നു, നഷ്ടങ്ങളൊക്കെ നേരിട്ടിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾ നേരിടുന്നുണ്ടോ? എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകിയിരുന്നത്? എന്തെന്നെ വന്നാലും ഇത് ഞങ്ങളുടെ ജീവിതോപാധിയാണ്. ഞങ്ങൾക്കിത് തുറന്നേ പറ്റൂ. ഞങ്ങളിത് തുറന്നിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തെ നഷ്ടങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറവുമാണ്. ഇതല്ല പ്രശ്നം. പച്ചക്കറി, ഫ്രൂട്ട്സ് മേഖലയിലുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ്. നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ ഷഹീദ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്കും രാഷ്ട്രീയ സംഘർഷത്തിന്റെ വിശദാംശങ്ങളിലേക്കും തന്നെ പോകേണ്ടതുണ്ട്. ഹർത്താൽ സ്വാഭാവികമാണ്. ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ഹർത്താൽ എന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷേ ഈ ഇത്രയും നിന്ദ്യമായ നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകം നാട്ടിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സഹപ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെയും അതോടൊപ്പം ചേർത്ത് അക്രമ സംഭവങ്ങളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട് എന്നതും കാണേണ്ടതാണ്. എങ്കിലും വൈകാരിക അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഈ കടകൾ അടപ്പിക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് നാട്ടിലുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് പോയത് എന്ന കാര്യം വിശദീകരിക്കാൻ CPM-നും സാധിക്കാതിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതേസമയം ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടെ നമ്മോടൊപ്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ ഏതോ നിലക്ക് പരാമർശം നടത്തുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് സ്വമേധയാ കേസെടുത്തു എന്ന വിവരമാണുള്ളത്. ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എടുക്കാവുന്ന ഒരു നടപടിയാണ്. പക്ഷേ ഇത് ജില്ലാ തലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് അവരുടെ സഹപ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി തന്നെ മറ്റു പ്രതിഷേധങ്ങൾ ഉണ്ടാകും, നടപടികൾ ഉണ്ടായേക്കാം, വിമർശനം ഉണ്ടായേക്കാം എന്നതുകൂടെ പരിഗണിച്ച് തന്നെ അവർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹർത്താലാണ് പുരോഗമിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, പ്രതിഷേധത്തെ തള്ളിപ്പറയുക സാധ്യമല്ല. അതുകൊണ്ട് അവർ ഹർത്താൽ ആഹ്വാനം ചെയ്തത് അവരുടെ വൈകാരിക അന്തരീക്ഷം വെച്ച് ന്യായീകരിക്കാനാവുകയും ചെയ്യും. ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ തന്നെയും നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. ഞാൻ ഡാനി പോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീനാഥിലേക്ക് പോയി വരാം. ശ്രീനാഥ് കോടതിയിൽ വിവരങ്ങൾ നൽകും. ചിലയിടങ്ങളിൽ ആ ദൃശ്യങ്ങൾ കുറെ കൂടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് നമുക്ക്. ആ ദൃശ്യങ്ങൾ വാഹനങ്ങൾക്ക് നേരെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശ്രീനാഥ്, കോടതി ഏത് നിലക്കാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്? നേരത്തെ മിന്നൽ ഹർത്താലിനെതിരെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു ഹർജി ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ മിന്നൽ ഹർത്താലുകൾ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല, ഹർത്താലുകൾ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് ഇക്കാര്യം നേരിട്ട് അറിയിക്കണം എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ നോട്ടീസ് ഹർത്താലുകൾക്ക് വേണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്ന് വീണ്ടും ഹർത്താലാണ് എന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. ഇത് രാത്രി 12:45 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത് എന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിഭാഷകൻ പറഞ്ഞു. മാത്രമല്ല, ഈ ഡീൻ കുര്യാക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പകർപ്പ് ഹൈക്കോടതിക്ക് സർക്കാർ അഭിഭാഷകൻ കൈമാറുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. AG അടക്കമുള്ള ഉന്നത അഭിഭാഷകരെ എല്ലാവരും ഹൈക്കോടതി നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും
ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കുക. ഏതായാലും ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചതായി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹർത്താലിനെതിരെ ഹൈക്കോടതി നിലപാട് എടുത്തിരിക്കുന്നു. ഹർത്താലിനെതിരെ നേരത്തെ തന്നെ കോടതിയുടെ നിർദ്ദേശങ്ങളും വിധികളും ഒക്കെ ഉണ്ട്. മിന്നൽ ഹർത്താൽ പാടില്ല എന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ ഹർത്താൽ നടത്താൻ പാടുള്ളൂ എന്ന കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഈ പ്രതിഷേധ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കോൺഗ്രസ് ജില്ലാതലത്തിൽ മാത്രമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തതെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റേത് സംസ്ഥാന വ്യാപകമായുള്ള ഹർത്താൽ തന്നെയാണ്. അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോകരുത് എന്ന മുന്നറിയിപ്പും നിർദ്ദേശവും കൂടെ അദ്ദേഹത്തിൻ്റെ ഹർത്താൽ ആഹ്വാന പോസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമാണ്, അവർക്കത് അറിയാവുന്നതാണ്, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾക്ക്. പക്ഷേ ഇപ്പോഴത്തേത് അത്രയ്ക്ക് വലിയ ശക്തമായുള്ള പ്രതിഷേധം അർഹിക്കുന്നൊരു സാഹചര്യമാണ് എന്നതായിരിക്കണം അവരെ ഇതിലേക്ക്, ഈ ഹർത്താൽ ആഹ്വാനത്തിലേക്ക് നയിച്ച സാഹചര്യം. 2 ചെറുപ്പക്കാരാണ് കാസർഗോട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെതിരെയും മറ്റു വാഹനങ്ങൾക്കെതിരെയും ഒക്കെ അക്രമങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു നിഷ്ഠൂരമായുള്ള കൊലപാതകം, 2 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത് എന്ന സാഹചര്യം നിൽക്കുന്നു എന്നത് കാണാതെ പോവുക സാധ്യവുമല്ല. ഇപ്പോൾ ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അവിടെ കടകളടക്കമുള്ളവ അടപ്പിക്കുന്നുണ്ടോ? കൊച്ചി നഗരത്തിലടക്കം ഹർത്താൽ അനുകൂലികൾ കടകൾ അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ രാവിലെ പ്രകടനം നടത്തി. ഇതിന്റെ ഭാഗമായി തന്നെ പല സ്വകാര്യ ബസ് സർവീസ് നടത്തിയതെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പലയിടത്തും തന്നെ ബസ്സുകൾ ബലം പ്രയോഗിച്ച് തന്നെ തടയുകയുണ്ടായി, കടകൾ അടപ്പിച്ചു. ഇപ്പോൾ നഗരത്തിൽ പ്രകടനം നടത്തുകയാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തരുതെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരത്തിലുള്ള സ്വകാര്യ ബസ്സുകൾ കൂടി സർവീസ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രീതിയിൽ നഗരത്തിൽ പ്രകടനം നടത്തിക്കൊണ്ട് ഒപ്പം എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഹർത്താൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ സർവീസുകൾ അടക്കം ഇപ്പോൾ നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. സനീഷ്, നന്ദി ഡാനി വിവരങ്ങൾക്ക്. കാസർഗോഡ് ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകമാണ്, പിന്നിൽ CPM ആണ് എന്ന് പോലീസിന്റെ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ തന്നെയും അങ്ങനെ പോലീസ് പറയുന്നുണ്ട്. നേരത്തെ അവിടെ നടന്ന ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ബാക്കിയാണ് ഈ 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്നതാണ് പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരങ്ങൾ. 19ഉം 24ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെയാണ് കൊല ചെയ്തിരിക്കുന്നത്. നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. CPM പ്രവർത്തകരാണ് പിന്നിൽ എന്ന വിവരമാണുള്ളത്. CPMന്റെ ഔദ്യോഗികമായുള്ള പ്രതികരണം വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പോവുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും ഒക്കെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജാഥ നിർത്തിവെച്ചിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങേയറ്റം ക്ഷുഭിതനായി അതിശക്തമായുള്ള ഭാഷയിൽ CPMനെ വിമർശിച്ചിട്ടുണ്ട്. പോലീസ് അവരുടെ അന്വേഷണം തുടരുകയാണ്. ഹർത്താൽ അനുകൂലികൾ ഹർത്താൽ നടത്തുകയാണ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് ജില്ലാതലത്തിൽ മാത്രമാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ ഹർത്താൽ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പറഞ്ഞത് അക്രമ സംഭവങ്ങളിലേക്ക് ആരും പോകരുത് എന്ന നിർദ്ദേശം കൂടെ ചേർത്താണ് അദ്ദേഹം ഹർത്താൽ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളുണ്ട്. ഇത്തരമൊരു വൈകാരിക അന്തരീക്ഷം, 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതിൻ്റെ വൈകാരിക അന്തരീക്ഷമുണ്ട് എന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണമായിട്ട് ഈ ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ കോടതി അക്കാര്യത്തിൽ ശക്തമായുള്ള ഇടപെടൽ നടത്തുന്നു എന്നുകൂടെ വേണം കാണാൻ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മിന്നൽ ഹർത്താൽ പാടില്ല, ഒരാഴ്ചക്ക് മുമ്പെങ്കിലും നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ ഹർത്താലിന് ആഹ്വാനം നടത്താൻ പാടുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതാണ്. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നത്. അവർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഹർത്താൽ വേണ്ട നോട്ടീസ് നൽകാതെയായി എന്ന കാര്യം മുൻനിർത്തി, അത് കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് എന്ന കാര്യം മുൻനിർത്തി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു അസാധാരണമായ സാഹചര്യമാണ്. അങ്ങേയറ്റം പ്രതിഷേധമർഹിക്കുന്ന നിലക്കാണ് കാസർഗോഡ് 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന നിലപാടിൽ തന്നെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. കാസർഗോഡ് അന്വേഷണം തുടരുന്നു. 2 പേർ ഇന്നലെ രാത്രിയാണ് ശരത് ലാൽ, കൃപേഷ് എന്നീ 2 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത്. CPM പ്രവർത്തകരാണ് അവരെ കൊന്നത് എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഈ കാര്യം ശരിവെക്കുന്നുണ്ട് പോലീസ് അനൌദ്യോഗികമായിട്ട്. പക്ഷേ അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ കൊലപാതകമാണ്, പിന്നിൽ CPM ആണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. CPMന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല എങ്കിൽ തന്നെയും കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ
പാർട്ടിയുടെ ഇക്കാര്യത്തിലെ പങ്ക് നിഷേധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് CPM-ന്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ജില്ലാ നേതൃത്വം തന്നെ അറിയിച്ചത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകാതെ പ്രതികരിക്കാതെ പോവുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ നിഷേധ പ്രസ്താവന വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതേസമയം കോൺഗ്രസ് അതിരൂക്ഷമായിട്ടും ശക്തമായിട്ടും തന്നെയാണ് ഇതോട് പ്രതികരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങേയറ്റം ക്ഷുഭിതനായാണ്. ഭീരുവായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്നത് നാട്ടിൽ എന്നതടക്കമുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ കൊലപാതകത്തിൽ അങ്ങേയറ്റം ശക്തമായി പ്രതികരിക്കുന്ന KPCC അധ്യക്ഷനെയാണ് നേരത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അടക്കം വരാം. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയിലേക്ക് ഒന്നുകൂടെ പോയി വരാം. അവിടെ ഹൈക്കോടതി ഈ മിന്നൽ ഹർത്താലിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, നേരത്തെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഹർത്താലുകൾക്കെതിരായിട്ട് വളരെ ശക്തമായ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. മിന്നൽ ഹർത്താലുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് നേരത്തെ ഹൈക്കോടതി സ്വീകരിച്ചത്. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലയപ്പെട്ട സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തത്. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആരാണ് എന്ന് കോടതി ആരാഞ്ഞു. ഒപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർത്താൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ന്യായീകരിക്കാനാവില്ല എന്നും കോടതി പറഞ്ഞു. ഹർത്താലിന്റെ പേരിൽ പരീക്ഷകൾ മാറ്റിവെക്കാനോ സർക്കാരിന്റെ സേവന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാനോ കഴിയില്ല. കുട്ടികളെ പരീക്ഷയ്ക്ക് അടക്കം എത്തിക്കാൻ, ക്ലാസുകളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സ്വമേധയാണ് ഹൈക്കോടതി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാർ അഭിഭാഷകൻ കോടതിക്ക് കൈമാറുകയും ചെയ്തു. ഈ ആരാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നടക്കമുള്ള ചോദ്യം, ഒപ്പം തന്നെ നിയമവിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ശക്തമായ നിലപാടുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ മിന്നൽ ഹർത്താലുകൾക്കെതിരെ ശക്തമായ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചു. മിന്നൽ ഹർത്താലുകൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. ഈ മിന്നൽ ഹർത്താലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കോടതി അക്കാര്യമാണ് കേസെടുക്കുന്നതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന തോതിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവരുടെ 2 സഹപ്രവർത്തകരെയാണ്, അങ്ങേയറ്റം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയാണ് നഷ്ടമായിരിക്കുന്നത്. അതിനിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതായിരിക്കണം അവരെ ഈ ഹർത്താലിലേക്ക്, കോടതി നിർദ്ദേശം ലംഘിച്ചു പോലും ഹർത്താലിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഹർത്താൽ തുടരുകയാണ്. പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അക്രമ സംഭവങ്ങളുണ്ട്. വാഹനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, ചിലയിടങ്ങളിൽ ഈ വാഹനങ്ങൾ തടയൽ, കടകൾ അടപ്പിക്കൽ പോലുള്ള കാര്യങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോയിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിനെ തന്നെ ഞെട്ടിച്ച അതിനിഷ്ഠൂരമായുള്ള കൊലപാതകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ അന്വേഷണം പോലീസ് തുടരുകയാണ്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് CPM ആണ് പിന്നിൽ എന്ന നിലയിലേക്കൊന്നും എത്താനാവുകയില്ല. അന്വേഷണത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നാട്ടുകാരടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ CPM ആണ് പിന്നിൽ എന്നത് വ്യക്തമാക്കുന്നുണ്ട്. അത് അവിടെ നടന്നൊരു സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു എന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ CPM തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ, CPM-കാർ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടുന്ന കാര്യമില്ല എന്ന് അവിടെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? സനീഷ്, ഇപ്പോഴും പോലീസ് ഇതിന്റെ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരുണ്ട്. ഒപ്പം തന്നെ ഇത് ഈ പ്രദേശവാസികളിൽ നിന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. ഒപ്പം തന്നെ മെറ്റീരിയൽ എവിഡൻസിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് പരിസരം എല്ലാം തന്നെ അരിച്ചു പെറുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചില മൊബൈൽ ഫോണുകൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു, ചെരുപ്പുകൾ, അതുപോലെ ഇത് ആരുടേതാണ് അല്ലെങ്കിൽ ഈ ചെരുപ്പിനെ സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത, അതുപോലെ ഈ ആക്രമിക്കാൻ ഉപയോഗിച്ചൊരു ആയുധത്തിന്റെ പിടി തുടങ്ങിയ സാധനങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ്, ഫോറൻസിക് വിദഗ്ധരും ഒക്കെ എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധന ഈ പ്രദേശം മുഴുവൻ നടത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് വെച്ചാണ്
ജോഷി എന്ന ഈ കോൺഗ്രസ് പ്രവർത്തകൻ, ശരത്ലാൽ എന്ന പേരുള്ള ജോഷി എന്ന് വിളിക്കുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകൻ ഇവിടെ വെച്ചാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇതിന് കുറച്ച് മാറിയാണ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ്, ആ കുറ്റിക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കൃപേഷ് പിന്തുടർന്ന് ഈ അക്രമി സംഘം വകവരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്തരത്തിൽ ഇവർ ഓടുമ്പോഴോ മറ്റോ ഈ കൊലയാളി സംഘത്തിൻ്റെതെന്ന് കരുതുന്ന എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിദഗ്ധ പരിശോധന നടക്കുന്നു. ഒപ്പം നേരത്തെ ഇവിടെ ജില്ലാ പോലീസ് മേധാവി, അതുപോലെ കണ്ണൂർ റേഞ്ച് IG തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും IG ഒരു കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് പ്രേരകമായൊരു കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിൽ ഇവർക്കെതിരെ ഒരു വൈരാഗ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ശരത്ലാലിനെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഒരു കൊല നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ നാട്ടുകാരും അവരുടെ ബന്ധുക്കളുമൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഏതായാലും പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരവും ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, രാഷ്ട്രീയമായി ഇവരെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് IG തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. ഇതിലെ പ്രതികൾ ഉടൻ തന്നെ പിടികൂടാനാകും എന്നും അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ പിടികൂടാകുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് അതിന് കൂടുതൽ വസ്തുതകൾ പുറത്തു വരാൻ കഴിയും. ഏതായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയിലെ DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. ഇതിനുവേണ്ടി 2 CIമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വളരെ കുറ്റമറ്റ ഒരു അന്വേഷണം നടത്തും എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലുണ്ടായ ചില വീഴ്ചകളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചത് എന്നും നാട്ടുകാർക്ക് ശക്തമായ ആരോപണം ഉണ്ട്. ഏതായാലും CPM നേതൃത്വം ഇത് അവർക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും ഈ നാട്ടിലെ ആളുകളും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും വളരെ ശക്തമായി ഇത് CPM കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു ഇതാണ്. മാത്രമല്ല ഇവിടുത്തെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളെ കുറിച്ചൊക്കെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് ഇവിടെ ആരും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു തരം പണിയായുധങ്ങളൊന്നുമല്ല. ഇത് വളരെ ഇത്തരത്തിൽ ആളുകളെ കൊല ചെയ്യുന്നതിൽ തൊഴിലാക്കി അല്ലെങ്കിൽ അത്തരം പരിശീലനമുള്ള കൊലയാളി സംഘങ്ങൾ ഉപയോഗിക്കുന്ന തരം ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ഈ നാട്ടുകാർ ഒരു ശക്തമായി തന്നെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി ഇത്തരത്തിൽ ശരത്ലാലിനെ വകവരുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും ആദ്യഘട്ടത്തിലുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും മറ്റും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകുന്നതോടുകൂടിയായിരിക്കും പുറത്തു വരിക. ഏതായാലും പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ KPCC അധ്യക്ഷനും ഇങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ട്. വിലാപയാത്രയായിരിക്കും ഈ 2 കോൺഗ്രസ് പ്രവർത്തകരുടെയും മൃതദേഹം ഈ നാട്ടിലേക്ക് കൊണ്ടുവരിക. ഏതായാലും പോലീസ് ഒരു കാര്യം പറയുന്നു, ഈ ഹർത്താലുമായി അനുബന്ധിച്ചുകൊണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും അക്രമം മറ്റിടത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുമായി വലിയ കനത്ത പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 പ്ലട്ടൂൺ പോലീസിനെ പുറത്തുനിന്ന്, അതായത് കണ്ണൂർ ജില്ലയിൽ നിന്നും പരിസര ജില്ലകളിൽ നിന്നുമെല്ലാമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്നു. അക്രമ സംഭവങ്ങൾ തടയുന്നതിനായുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഒഴിവാക്കാനുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഹർത്താലായിരിക്കും എന്നവർ പറയുന്നു. ഏതായാലും വാഹനങ്ങൾ നിരത്തിലില്ല, പലയിടത്തും ആ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ മരണവാർത്തയെ തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഹർത്താൽ ഏതാണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനപൂർവ്വമായി തന്നെ പോകുന്നു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് വലിയ തോതിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നു. വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി കാസർഗോഡും അതുപോലെ സംസ്ഥാനത്തുടനീളം വലിയൊരു പ്രതിഷേധം മുന്നോട്ട് കാഴ്ചവെക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രകടമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. മനു, ഇവിടെ പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായിട്ടുള്ള വഴിയിലേക്ക് പോവുകയും പെട്ടെന്ന് ഈ പറയുന്ന മൊബൈൽ ഫോൺ പോലുള്ള തെളിവുകളൊക്കെ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പ്രതികളെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഇത് CPM പ്രവർത്തകർ നേരിട്ട് നടത്തിയ കൊലപാതകമല്ല, കൊട്ടേഷൻ ഏൽപ്പിച്ച് നടത്തിയ കൊലപാതകമാണ് എന്ന വിശകലനമാണോ പോലീസിന് പ്രാഥമികമായിട്ടുള്ളത്?
പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ കുറെ കൂടി തെളിവുകൾ ആവശ്യമായി വരും. അതേസമയം നാട്ടുകാർ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഇത് കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു ഇടപെടൽ ഇതിലുണ്ട് എന്ന്. കാരണം ഇത്തരം ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പലരും ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് അവർ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പ്രദേശത്തുള്ള ആളുകൾ അല്ല, മറിച്ച് ഇത് ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘത്തെ ഇതിന് നിയോഗിച്ചു എന്ന ഒരു ആരോപണം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസിന് അത് സംബന്ധിച്ച് അത്തരത്തിലൊരു സംശയം തന്നെയാണ് ഉള്ളതെങ്കിലും അതിനൊരു വ്യക്തത അത്തരത്തിൽ അത് സ്ഥിരീകരമായി നമ്മളോട് പറയണമെങ്കിൽ കൂടുതൽ ഇതിൽ ആദ്യഘട്ടത്തിൽ പ്രതികൾ അറസ്റ്റിലാകണം. ഏതായാലും ചോദ്യം ചെയ്യലുകൾ, സംശയമുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനുള്ള ചോദ്യം ചെയ്യലുകൾ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊണ്ടി മുതലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കളക്ട് ചെയ്യാനായി പോലീസ് നായയുടെ സഹായം ഉപയോഗിക്കുന്നതാണ്. കാരണം ഈ ചെരുപ്പ് അതുപോലുള്ള സംഗതികൾ ഇതെല്ലാം തന്നെ പോലീസ് നായ മണം പിടിപ്പിച്ച് ഈ പരിസരം തിരയുന്നതിന് വേണ്ടി ഡോഗ് സ്ക്വാഡ് നടത്തുന്ന ഒരു പ്രവർത്തനം അതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഇത് ആരുടേതാണ്, അല്ലെങ്കിൽ ഈ ചെരുപ്പുകൾ ഉപയോഗിച്ചവർ നേരത്തെ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എങ്ങോട്ട് പോയി അവർ അതിനുശേഷം തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. എങ്ങനെയാണ് ഓടിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം. മറ്റ് കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ, അത് സംബന്ധിച്ചുള്ള വസ്തുക്കൾ ലഭിക്കുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടു കൂടി ഒരു ശ്രമം നടക്കുന്നത്. ഇപ്പോൾ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിൻ്റെ ഇവിടുന്ന് ലഭിച്ച കാര്യങ്ങൾ ഈ പോലീസ് നായ്ക്ക് അത് മണക്കാനുള്ള സമയം കൊടുത്തുകൊണ്ട് പിന്നീട് ഈ പരിസരങ്ങളിലേക്ക് ഇത് പരിശോധിക്കുകയും അത് പോവുകയും ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നായ അത് മണം പിടിച്ച് പല സ്ഥലങ്ങളിലേക്ക് നേരത്തെ ഇത് ഒരു വശത്തേക്ക് നീങ്ങിയിരുന്നു, ഇന്നിപ്പോൾ മറ്റൊരു വശത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ നായയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത് ഏത് വഴിയിലേക്കാണ് ഇവർ പോയത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവർ ആദ്യം ഒളിഞ്ഞിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനാകും എന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇത് നാട്ടുകാരെല്ലാം തന്നെ ഒരു പ്രധാന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് ഇവർ നേരത്തെ തന്നെ ഈ കൊലയാളി സംഘം ഇവിടെ തമ്പടിച്ചിരുന്നു. ഇത്തരത്തിൽ ആളുകൾ ഈ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരും. തിരിച്ചു വരാൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ അവിടെ അന്വേഷണം തുടരുകയാണ്. പോലീസ് നായ അടക്കമുള്ള സംവിധാനങ്ങളുമായി എത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 ചെറുപ്പക്കാർ 19ഉം 24ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാർ അതിനിഷ്ഠൂരമായിട്ടാണ് ഇന്നലെ കൊല ചെയ്യപ്പെട്ടത്. അതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഹർത്താൽ തുടരുകയാണ്.